വീണ്ടും ബോംബുമായി ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വന്നു. സംസ്ഥാനത്തെ പ്രമുഖരായ 7ഓളം കോൺഗ്രസ് CPM നേതാക്കൾ BJPയിൽ ചേരുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തിയതാണ് ശോഭയുടെ രാഷ്ട്രീയ ബോംബ്. ആലത്തൂരിൽ വോട്ട് ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. ജയരാജന് BJPയിൽ ചേരാൻ ഒരു ഓഫറും നൽകിയിട്ടില്ല. കേരളത്തിലെ 7ഓളം പ്രഗത്ഭരായ നേതാക്കളെ കണ്ടിട്ടുണ്ട്, അവരുമായി സംസാരിച്ചിട്ടുണ്ട്. അതിൽ കോൺഗ്രസിൽ നിന്നും മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നുമുള്ള നേതാക്കളുമുണ്ട്. പാർട്ടി മിഷനറി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് അത്തരത്തിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോയത്. കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA കടന്നു വരുമെന്ന് പറയുന്നത് അതുകൊണ്ടാണെന്നുമാണ് ശോഭാ സുരേന്ദ്രൻ തുറന്നടിച്ചത്. EP ജയരാജൻ, പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച സംബന്ധിച്ചുള്ള വിവാദം കത്തി നിൽക്കുമ്പോൾ ശോഭയുടെ പുതിയ വെളിപ്പെടുത്തൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയായി. ദല്ലാൽ നന്ദകുമാറിൻ്റെ കഴിഞ്ഞ ദിവസത്തെ വെളിപ്പെടുത്തലാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. അത് മുന്നണി കൺവീനറും പാർട്ടി ഉന്നത നേതാവുമായ EP ജയരാജനെതിരെ വന്ന ആരോപണങ്ങൾ അക്ഷരാർത്ഥത്തിൽ വെളുക്കുന്നതുവരെ വെള്ളം കോരി വെളുത്തപ്പോൾ കലമിട്ടുടയ്ക്കുന്ന രീതിയായിപ്പോയി. കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റ് നിലയിൽ ഏറെ മുന്നോട്ട് പോകുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ഇടതുമുന്നണിക്ക് പോളിംഗ് ദിനത്തിൽ തന്നെ ഈ വിവാദം കത്തിപ്പടർന്നത് കനത്ത ആഘാതമായി. ഇന്നലെ രാവിലെയാണ് തൻ്റെ മകൻ്റെ ഫ്ലാറ്റിലെത്തി ജാവ്ദേക്കർ തന്നെ കണ്ടുവന്ന് EP ജയരാജൻ സ്ഥിരീകരിച്ചത്. വീണ് കിട്ടിയ ആയുധം UDF പരമാവധി ഉപയോഗപ്പെടുത്തി. ഇത് മനസ്സിലാക്കിയാണ് കനത്ത ഭാഷയിൽ മുഖ്യമന്ത്രി EPയെ വിമർശിച്ച് രംഗത്തെത്തിയത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും വിമർശനത്തിൽ പങ്കുചേരുകയും ചെയ്തതോടെ രംഗം വഷളായി. വിവാദവും തുടർന്നുള്ള വെളിപ്പെടുത്തലും വോട്ടർമാരെ എങ്ങനെ സ്വാധീനിച്ചു എന്നറിയാൻ വോട്ടെണ്ണൽ വരെ കാത്തിരിക്കണം. വോട്ടെടുപ്പ് ദിനം തന്നെ വെളിപ്പെടുത്തലുമായി EP എത്തിയത് കൃത്യമായി തിരക്കഥയുടെ ഭാഗമാണെന്ന് ചിലർ പറയുമ്പോൾ, തൃശ്ശൂരിൽ ജയിച്ചു കയറാൻ BJP ഒരുക്കിയ ചൂണ്ടയിൽ അറിയാതെ കൊത്തുകയായിരുന്നുവെന്നാണ് മറ്റുള്ളവർ പറയുന്നത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചാൽ അത് CPMൻ്റെ സഹായത്തോടെയാണെന്ന ആക്ഷേപം ശക്തമാവുകയും അത് പാർട്ടിയുടെ നിലനിൽപ്പിനെ പോലും ബാധിച്ചേക്കുമെന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണക്കൂട്ടുന്നത്. എന്തായാലും അത് സംഭവിക്കില്ല. സുരേഷ് ഗോപി 3ാം സ്ഥാനത്ത് തന്നെ പോവുകയേ ഉള്ളൂ. എന്തായാലും EPയുടെ വെളിപ്പെടുത്തൽ സംസ്ഥാനത്തെ CPMൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാകും ഉണ്ടാക്കുന്നത്. മാത്രമല്ല, ശോഭയുടെ വെളിപ്പെടുത്തലിൽ CPM മാത്രമല്ല കോൺഗ്രസിലും ചെരിപ്പൊരു കടുക്കും. പല മുതിർന്ന നേതാക്കളും സംശയത്തിൻ്റെ നിഴലിലാണിപ്പോൾ. അവരുടെ ഓരോ നീക്കങ്ങളും വീക്ഷിക്കുകയാണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ വരെ. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളും ചർച്ചകളും ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പ്രതീക്ഷിക്കുന്നത്.